ക്ലിയർ കോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കുഴിമന്തിരിയുള്ള ചിക്കനാണ്. കൊതിയാവുന്നുണ്ട്. വണ്ടി ഇതാ ഫുള്ള് അവിടെ അഴിച്ചിട്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ വണ്ടിയുടെ റിവീലിംഗ് കണ്ടില്ലായിരുന്നു. അപ്പോൾ റിവീലിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെ വണ്ടിയുടെ 2 വീലും ബ്ലാക്ക് ആക്കണമെന്ന് കേട്ടോ. അപ്പോൾ ആ ബ്ലാക്ക് ആക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ആകാശിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വീല് 2 ഊരി പിന്നെ ക്രാഷ് കാർഡ് ഊരി ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ആ പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ നിങ്ങൾ റിവീലിംഗ് സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു കാണും. ചെറിയൊരു കട്ട് ഷോട്ട് മാത്രമേ കണ്ടു കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഷോട്ട് വീഡിയോ, അതായത് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്, പെയിൻറ്റ് വാങ്ങുന്നത്, മിക്സ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വർക്ക്ഷോപ്പിലിട്ട് ആകാശ് കൊച്ചിയിലാണ്. കൊച്ചി പുതിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ പെയിൻറ്റും കസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പം വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരും. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് തന്നെ എനിക്ക് അവസരം കിട്ടി പെയിൻ്റ് അടിക്കാൻ. ഓക്കെ, അപ്പോൾ അതാ പക്ഷേ മുമ്പത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറൊക്കെ കണ്ട് എല്ലാവരും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് വണ്ടി മൂടിയും കൂടെ കൊണ്ടുവരാനായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി മൂടി വയ്ക്കായിരുന്നു. എന്നിട്ട് എല്ലാം ചെയ്തിട്ട് വണ്ടി കാണിച്ചു അതായത്. അപ്പോൾ എല്ലാവരും നമ്മളെ വണ്ടിയുടെ ലുക്ക് കണ്ടുകൊണ്ട് പോവുകയാണ്. റിവീൽ ചെയ്യാനായിട്ട് വല്ല വർക്ക് ഉണ്ടാകുന്ന വെച്ചാൽ കാണാൻ സിമ്പിൾ വർക്കായിരിക്കും. പക്ഷേ എനിക്ക് റിവീലിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഓരോ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യും, അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റിവീലിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവിടെ റിവീലിംഗ് ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അവരും പറഞ്ഞ് ജസ്റ്റ് റിവീൽ എനിക്ക് ചെയ്യടാ. അതുകൊണ്ട് ഞാൻ ആളെ വിളിച്ചുകൂട്ടി അങ്ങനെയൊന്നുമില്ല. ഞാനും വർക്ക്ഷോപ്പിലെ ആൾക്കാരും അത്ര തന്നെ ഉള്ളൂ. വേറെ ഒരുപാട് ആൾക്കാർ വയ്യമാരാ അങ്ങനെ ട്രീറ്റാ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഫുള്ള് ഊരിയെടുത്ത് സെറ്റാക്കാം. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ പെയിൻറ്റ് എടുക്കാനായിട്ട് പെയിൻറ്റ് എടുക്കാനുള്ള ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ബ്ലാക്കും ചെറിയൊരു മെറ്റാലിക്കൂടെ കൊടുക്കുന്ന ഒരു കളറാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അകത്തോട്ട് കയറി അതൊക്കെ ഒന്ന് എടുക്കുന്നത് കാണിച്ചു തരാം. ബ്ലാക്ക് പെയിൻറ്റ്, ചെറിയ തരിയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഫുൾ കട്ട ബ്ലാക്ക് എടുത്തോട്ടെ. 2 വീലിനടിക്കാനുള്ള എൻ്റെ ഡ്യൂക്ക്. ഇതിപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് അല്ലേ വരുന്നത്? പ്ലെയിൻ ബ്ലാക്കാണ് വരുന്നത്. നമ്മൾ ഗിൽറ്റ് ആഡ് ചെയ്യും. പേള് അത് ആഡ് ചെയ്ത് ഇതാണ് അല്ലേ? ഓക്കെ ഓക്കെ, നല്ല കട്ടക്കിട്ട് നമുക്ക് വേറെ ഇടാം, കളറുകൾ വേറെ ഇടാം. ഗ്രീൻ പേള്, ഈ ഗ്രീൻ വരും അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം ഒരുപാട് 2-3 മെറ്റാലിക്കിൻ്റെ ഒക്കെ ചേർത്ത് ഇടുകയാണ് കേട്ടോ. എന്താവും അവസാനം കളർ ചെയ്തതിനു ശേഷം വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഈ കടയിൽ വന്ന് പൈസ വയ്ക്കാം തിരിച്ച്. ഇതാ നമ്മൾ പെയിൻ്റ് എടുത്ത്, ഹാമർ എടുത്ത്, ക്ലിയർ എടുത്ത്, പിന്നെ ഇത് ടിന്നറാണ് കേട്ടോ. ടിന്നർ ഇവിടെ 1-ൻ്റെ ഉള്ളു. ഞാൻ പിന്നെ 5 വാങ്ങിച്ചത്. അപ്പോൾ കുപ്പിയിലാക്കി തന്നു കേട്ടോ. അപ്പം ഇത് എത്ര കേട്ടോ? അതിനും കൂടെ 640 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാം എടുത്ത് വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നതാ ഒരു സ്ഥലത്ത് ഒതുക്കി വയ്ക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും ടയർ നമുക്ക് ഊരി എടുക്കണം. ബാക്ക് നമുക്ക് പെടക്കിൽ വയ്ക്കാം, ഫ്രണ്ട് നമുക്ക് എന്തെങ്കിലും വയ്ക്കാം, എവിടെയെങ്കിലും എടുത്താൽ കേട്ടോ. അപ്പം ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ, ഞാനെന്ന് വെച്ചാൽ ഉരപ്പും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഞാനും ഇതിലെല്ലാവരോടും ചേർന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുള്ള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സും അല്ലാത്തതൊക്കെ ആയിട്ട് കണ്ടിട്ട് വാ, തുടങ്ങാം. അപ്പം ഒരുമിച്ച് ഓക്കെ എന്ന് പറയാം. ഫുള്ള് അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 2 അലോയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഇപ്പോഴത്തെ കോല കണ്ടാ ഫുള്ള് ഇളക്കി, 2 ഇളക്കി വേക്ക് ഇളക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വണ്ടി അതേറ്റാണ് വീല് 2 ഇളക്കുന്നത്. വണ്ടി എടുത്തിട്ട് അതേലാണ് ഇതിൻ്റെ വീല് 2 ഫുള്ള് ഇളക്കി ഇടുന്നത് കേട്ടോ. വണ്ടി അസ്ഥികൂടമാക്കി വെച്ചിരിക്കുകയാണ്. എങ്കിലും വണ്ടി മാരക ലുക്കല്ലേ, വണ്ടി ഒരു ഓഫ് റോഡ് ലുക്ക്, ടയറില്ലെങ്കിലും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അടുത്ത വണ്ടിയുടെ പെയിൻറ്റിങ്ങിനൊക്കെ പരിപാടി ഞങ്ങൾക്ക് നടക്കാൻ പോകണം. ഇനിക്കതാ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇളക്കി സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് ഫുള്ള് ഒന്ന് വരച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പം വീട്ടിലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വലിച്ചിളക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ബാക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസ്കൊക്കെ ഊരിയിട്ട് ക്രാഷ് കാർഡിൻ്റെ സ്ലൈഡറും കാര്യങ്ങളൊക്കെ ഊരി എടുത്തേട്ടാ.
എന്താ വണ്ടി ഫുള്ള് ഇപ്പം കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ അപ്പം നമുക്ക് അതിൻ്റെ വർക്കിലോട്ട് പോവാം. അപ്പോൾ അതാ വണ്ടിയുടെ വീല് കിടന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം കൊണ്ട് വരയ്ക്കുകയാണ്. ഏകദേശം തീരെ മതിയാ ഇതൊക്കെ മതിയാ വേണ്ടേ കൂടിപ്പോയാ. അതിൻ്റെ വൈറ്റ് വരെ വെളിയിൽ കണ്ട് വരച്ച് അതിൻ്റെ കളർ എന്താ കേറ്റിൻ്റെ ഇതുണ്ടല്ലോ ഈ മറ്റേ പശ അത് നല്ലോണം വൃത്തിക്ക് വരച്ചിട്ട് ബാക്കിയൊക്കെ ഒന്ന് സ്ക്രാച്ച് ആക്കി ഒന്ന് ഇട്ടാണ്. കാരണം മറ്റേ പെയിന്റുകളായി പറ്റിയിരിക്കാൻ വേണ്ടിയല്ലേ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിൽ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇത്ര നേരം ഫുള്ള് വരച്ചത് ഞാനാണ്. ആകാശത്ത് അവസാനം സമയത്ത് വന്ന് ഷോ കാണിക്കാൻ കേട്ടോ. പെയിൻ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ചെയ്യണ്ടല്ലോ, അറിയാത്ത പണി പിന്നെ കൈവയ്ക്കേണ്ടത് ശരിയല്ല. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ആകാശത്തെ കൊടുത്തതാ. അല്ല ബേക്കൊരു ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ക്രാഷ് കാർഡ് നമ്മൾ വരച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ ഉരച്ച് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉരയ്ക്കാനുള്ളത് ഫ്രണ്ട് ഒലയും ആ ഒരു ക്രാഷ് കാർഡുമാണ് ഇനി ഉരയ്ക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ട് അത് രണ്ടും ഉരച്ചാൽ ഇത് ഒരുമിച്ച് അതും കൂടെ കയറ്റി ഞാൻ പെയിൻറ്റ് അടിക്കാം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വന്നാണ്, ഉച്ചയ്ക്കൊന്നും കഴിയാതെയാണ് എല്ലാവരും ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം 3ാമത്തെ ദിവസമാണ് ഒരു വണ്ടിയിൽ ബൈക്ക് ചെയ്ത് നടക്കുന്ന 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിറങ്ങാനത്ത് എത്ര മണിയാവോ അതോ ഇന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. മിക്കവാറും ഉണങ്ങിയില്ലെങ്കിൽ വണ്ടി ഇവിടെ ചിലപ്പോൾ വയ്ക്കേണ്ടി വരും. അതല്ല വൈകുന്നേരം സമയത്തൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ക്ലിയർ അടിച്ചിട്ട് 3 മണിക്കൂറാണ് പറയുന്നത് കേട്ടോ. 3 മണിക്കൂറല്ലേ ക്ലിയർ അടിച്ചിട്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം ഉണങ്ങി സെറ്റാവും. ആ 3 മണിക്കൂർ ഇനിയിപ്പം ക്ലിയറൊക്കെ അടിച്ചിറങ്ങാനത്ത് എത്ര മണിയാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഇന്ന് തന്നെ പറ്റിയ ഇന്ന് തന്നെ സെറ്റ് ചെയ്യാം, എന്നിട്ട് സെറ്റാക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ വണ്ടി ഇന്ന് ഇവിടെ തന്നെ കയറ്റി വയ്ക്കേണ്ടി വരും. ഓക്കെ. ഇവിടെ കയറ്റി വയ്ക്കാനിപ്പോൾ സാറില്ല, ഫുള്ള് ആ വണ്ടികളാണ് എല്ലായിടത്തും. മിക്കവാറും ഈ പുറത്ത് തന്നെ വെച്ച് ചാക്കിട്ട് തന്നെ മൂടി വയ്ക്കേണ്ടി വരും കേട്ടോ. ആ അവസ്ഥയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. എന്തായാലും വർക്ക് നോക്കട്ടെ. നമുക്ക് ഈ ഒരു സമയം കൊണ്ട്, ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് ഇതും കൂടെ ഒന്ന് വരച്ചേർത്ത് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ പടപടാന്ന് അടിച്ച് തീർത്തോളും. സമയം ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരിക്കും ഫുഡും കാര്യങ്ങളും കഴിച്ചില്ല. അങ്ങനെ ഞാൻ പോയി ആ 3 കുഴിമന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് അവിടെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ വണ്ടിയുടെ വർക്ക് ഇതിപ്പോൾ നമ്മൾ ബാക്ക് വീല് 2ാമത്തെ കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഡബിൾ കോട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി ക്ലിയറും കാര്യങ്ങളും കഴിക്കണം. എങ്കിലും നമുക്ക് ആ മെറ്റാലിക്ക് കുറച്ചുകൂടെ എടുത്ത് കാണിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് വീല് അഴിച്ച് വെച്ചിട്ടുണ്ട്. ക്രാഷ് കാർഡ് 2 ഉരച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. ഫുഡ് ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. 3 ക്വാർട്ടർ കുഴിമന്തി. ഞാനും ആകാശും സതീശനും കൂടെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന രംഗങ്ങൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത്. ആകാശ് അപ്പോൾ കുഴിമന്തിയിലുള്ള ചിക്കനാണ് കേട്ടോ. സെറ്റ് ചിക്കൻ. അടുത്തിന് കൊതിയാവുന്നുണ്ടോ? ഓ സീൻ. മയണൈസൊക്കെ പൊട്ടിച്ച് ഇവിടെ സെറ്റാക്കിയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ ബേക്ക് 220 ആണ്. നമ്മളെ മോട്ടർ നമ്മൾ ചെറുക്കം ഇതാക്കിയതാണ്. അപ്പോൾ അവൻ്റെ 220 ആണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഇത് അഡ്വഞ്ചർ, കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചർ 220 ആണ് കേട്ടോ. അത് എൻ്റെ വണ്ടിയേക്കാളും പക്ക ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. എൻ്റെ ഫോർക്കൊക്കെ സ്പേസറൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ അടിഭാഗം നോക്കാത്തത് കണ്ടോ നല്ല രീതിക്ക്. ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാത്ത ഒരു അഡ്വഞ്ചർ 390 ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അതാ V3 ഫ്രണ്ട് വൈസറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡിൻ്റെയൊക്കെ നീളം കൂട്ടി ഹാൻഡിലൊക്കെ മാറ്റി ഫുള്ള്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ വേറെ ഒന്ന് ചെയ്യാമേ. എക്സോസ്റ്റൊക്കെ നമ്മളെ ഡ്യൂക്ക് 250 എക്സോസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ മോട്ടോമാനിക് 46 അതാണ് പുള്ളിയുടെ ചാനലിൻ്റെ നെയിം കേട്ടോ. അപ്പോൾ കയറി നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്തുള്ള അഡ്വഞ്ചർ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ മച്ചാൻ്റെ ചാനലിൽ കാണാം. ഓക്കെ ബ്രോ. നമ്മുടെ ഫ്രണ്ട് അലയും ഇതാ പെയിൻറ്റ് അടിക്കാൻ കേട്ടോ. അത് കുറച്ച് സെറ്റാക്കി ഇതാ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫസ്റ്റ് കോട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബാക്ക് വീല് സെക്കൻഡ് കോട്ട് എല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ ക്ലിയർ കോട്ടൊക്കെ അടിച്ചാൽ കേട്ടോ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോട്ട് അടിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതാ ക്രാഷ് കാർഡ് 2ാമത്തെ പീസും ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ക്രാഷ് കാർഡ് ഉണ്ട്, ഇത് കാണാമല്ലോ, അവിടെ ഇരിക്കണം തോന്നുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ക്ലിയർ കോട്ട് അടിക്കുന്നതും കൂടെ കാണാം. ക്ലിയർ കോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ കോട്ട് ഇത് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ ഫ്രണ്ട് തന്നെ നമ്മൾ ആദ്യം അടിക്കുന്നത്. അടിക്കുമ്പോൾ തിളക്കം നോക്കിയേ പൊന്നെ. അപ്പോൾ അങ്ങോട്ടൊന്ന് ക്യാമറ അപ്പോൾ അടുത്തോട്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ഈ പിന്നെ നമ്മൾ ആ ക്യാമറയും അടിച്ച് ക്ലിയർ ആക്കി തരും. അപ്പോൾ ഇവിടെ ദൂരെ തന്നെ കാണാം. അടിപൊളി അടിപൊളി. അപ്പോൾ അത് ആദ്യത്തെ ടയർ അടിച്ചുകൊണ്ട് ആകാശ ബാഹുബലി കണക്ക് അങ്ങോട്ടും കൊണ്ട് അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സേഫായിട്ട് വയ്ക്കുന്നു.
സമയം ഇപ്പോൾ 4:21 അപ്പം ഈ സമയമായപ്പോൾ ഫുള്ള് പെയിൻ്റ് അടിച്ച് ഫുള്ള് കവറാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാ ക്രാഷ് കാർഡ് ഇവിടെ, ബാക്കി വീലും കാര്യങ്ങളൊക്കെ ഇതാ ആ ഭാഗത്തായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാം, ഒരു 7 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയമാകുമ്പോഴും ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഉണങ്ങാൻ പാടാണ് കേട്ടോ. എങ്കിലും ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ ഇന്ന് തന്നെ ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെറ്റ് ആയില്ലെങ്കിൽ 7 മണി വരെ നിൽക്കുന്നതും വേസ്റ്റായിപ്പോൾ. അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ. നോക്കിയതിന് ശേഷം ഞാൻ വരാം. നമ്മുടെ ക്രാഷ് കാർഡ് ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ക്രാഷ് കാർഡ് മാത്രം, അലോയൊക്കെ ഇപ്പോഴും ചെറിയൊരു പശവശപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രാഷ് കാർഡ് മാത്രം ഇപ്പോൾ അങ്ങ് സെറ്റ് ചെയ്യാൻ വിചാരിച്ച്. അപ്പം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല, എങ്കിലും ഇന്നത്തെ ദിവസം രാത്രി ആയപ്പെട്ടു. അപ്പോൾ വണ്ടി ഇന്ന് ഫുള്ള് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ചൊവ്വേ കാണാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, നാളെ രാവിലെ വണ്ടിയിൽ ക്രാഷ് കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കാണാമല്ലേ. നിങ്ങൾ റിവീൽ ചെയ്യുന്ന കണ്ടിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല. സമയം 7:15. ഞാൻ സമയം കൂടെ പറയുന്നത് ഇത്രയും നേരം അതാ രാവിലെ തൊട്ട് ഇത്രയും നേരം ഇവിടെ കട്ട പോസ്റ്റല്ല, ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ അലോയിൽ എല്ലാ വർക്കും എന്ന് വെച്ചാൽ അലോയ് ഫുൾ ഉണങ്ങിയത് കേട്ടോ. അപ്പം അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ആകാശന് എറണാകുളത്ത് പോകാനുള്ള കേട്ടോ. ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് മറ്റേ പുതിയ ഷോപ്പിൻ്റെ കേസ്. അപ്പോൾ ഇനിയിപ്പം ഇന്ന് ഇവിടെ കിട്ടി, ആകാശന് ഇന്ന് ഇവിടെ കിട്ടിയാണ് കേട്ടോ. ഇതിന് ശേഷം നേരെ മോട്ടോർ 6 അല്ലേ, മോട്ടോർ 360 ഗ്യാരേജ് കസ്റ്റംസ്. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ കൊച്ചിയിലുള്ളവർക്കൊക്കെ ഇനിയിപ്പോൾ ഡിപ്പിങ്, നമ്മൾ മുമ്പ് ഡിപ്പിങ്ങൊക്കെ നമ്മൾ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ആ സമയത്ത് അതൊന്നും നടന്നില്ല. അതിനിടയ്ക്ക് പിന്നെ കൊച്ചിയിലൊക്കെ പോയേണ്ടി വന്നുകൊണ്ട് അതിൻ്റെ വർക്കൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ക്രിസ്റ്റൽ വർക്കോ അല്ലെങ്കിൽ ഡിപ്പിങ്ങോ പെയിൻറ്റിങ്ങോ കസ്റ്റം റാപ്പിങ്ങോ എല്ലാം ചെയ്യാൻ കൊച്ചിയിലുള്ളവർക്കൊക്കെ നേരെ ആകാശനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ആകാശൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. ഇൻസ്റ്റാഗ്രാം ID കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൂടെ ഞാൻ ഇട്ടേക്കാം. ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പം ഇതുപോലുള്ള പെയിൻറ്റിങ് വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റാപ്പിങ്, ഡിപ്പിങ്, ഹൈഡ്രോ ഡിപ്പിങ് ഇല്ലേ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇതാ ഈ ഒരു കാർബൺ ഫൈബറില്ലേ, ഇത് റാപ്പിംഗ് ആണ്. ഇതിൻ്റെ ഡിപ്പിങ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ നേരെ കൊണ്ടു തന്നാൽ മതി കേട്ടോ. അപ്പം ഞാനും ഉടനെ ഡിപ്പിങ് ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളത്ത് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ബേക്ക് വീല് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. താമസം എടുക്കും. ഒന്നാമത്തെ കാര്യം ഇവിടെ ഇരുട്ടാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ വണ്ടികളുണ്ട്, പക്ഷേ ഞാൻ മാത്രം ഇവിടെ കണ്ടിന്യൂ ആയിട്ട് രാവിലെ ഇട്ട് എത്ര നേരം വരെ ഇവിടെ കട്ട പോസ്റ്റായിട്ട് നിൽക്കുന്നത്. പോസ്റ്റൊന്നും ഞാൻ ചുമ്മാ പറയുന്നുണ്ട്, പക്ഷേ പോസ്റ്റൊന്നുമല്ല, കൈയൊക്കെ കണ്ട ഫുള്ള് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബേക്ക് വീല് നമ്മൾ ഇട്ട് കേട്ടോ. നേരത്തെ ഫ്രണ്ടിലോട്ട് കടന്ന് നമ്മൾ അതും കൂടെ ഇടാനേ. അപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി. അപ്പോൾ രാത്രി വണ്ടിയുടെ ലുക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ റിവീലിംഗ് സമയത്ത് എല്ലാം കണ്ടാണ്. ഇപ്പോൾ ബൈക്കിൻ്റെ റിവീലിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസം കേട്ടോ. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് നോക്കിയപ്പോൾ വണ്ടിയുടെ വീലൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് വീല് മാത്രമായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 വീൽസ് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഫ്ലാഷ് അടിച്ച് നോക്കിയാൽ അതിൻ്റെ നമുക്ക് ഇതിൻ്റെ അകത്ത് മെറ്റാലിക്ക് നല്ലോണം അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മുടെ രാത്രി സമയത്തും അതുപോലെ തന്നെ രാവിലെ വെയിലൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ലോണം റോട്ടിൽ കൂടി ഓടിപ്പോയുണ്ട്. ടയർ മാത്രം ഇങ്ങനെ എറിച്ച് നിന്നോളും. പിന്നെ ടയറിൽ കൊടുത്തിങ്ങനെ KTMൻ്റെ ഡിസൈൻ ഇല്ലേ, അതും ഇങ്ങനെ കറക്കാൻ നേരത്ത് നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. പിന്നെ നമ്മൾ വീല് എല്ലാം പെയിൻ്റ് അടിച്ച് രാത്രിയാണ് നമ്മൾ ഇട്ട കേട്ടോ. അപ്പോൾ ഒന്നും കാണാൻ വയ്യായിരുന്നു. അങ്ങനെ ഇട്ട സമയത്ത് ഇതാ ഇവിടെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് പറ്റി ഇട്ട സമയത്ത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നമെന്ന് പറയാനായിട്ട്. അത് പെയിൻ്റ് അടിച്ചിട്ടതല്ല, സംഭവം ഇട്ട സമയത്ത് രാത്രിയൊക്കെ ഒന്നും കാണാൻ വയ്യാതെ ഇതിൻ്റെ ഹഗ്ഗല്ല ഏതിലാ ഒന്ന് തട്ടി ആ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, വണ്ടി ഇപ്പോൾ ടാങ്ക് ബാഗ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് മിക്കാറും ഞാൻ ഇവിടെ നിന്ന് കാണത്തില്ല, മിക്കാറും കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഈ ഒരു ജില്ലയിലൊക്കെ ആയിരിക്കും കേട്ടോ. ഒന്നും പ്ലാനിങ് ഒന്നുമില്ല, ഏത് ട്രിപ്പിൻ്റെ പ്ലാനിങ് ഒന്നും സെറ്റായില്ല. ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ എപ്പോഴേ വണ്ടിയൊക്കെ അതാ ടാങ്ക് ബാഗ് സെറ്റാക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ നാളെ രാവിലെ വെളുപ്പിന് ഇവിടെ നിന്ന് പോവും. അതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയൊക്കെ ട്രിപ്പും വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ സോളോ വ്ലോഗ്സ് മച്ചാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.